നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. പറഞ്ഞു നിർത്തിയത് ഓട്ടോ ഇൻക്രിമെന്റ് ഓർ ഓട്ടോ ഡിക്രിമെന്റ് മോഡ് വരെയാണ്. അടുത്തതാണ് ആറാമതായിട്ട് വരുന്ന ഡയറക്റ്റ് അഡ്രസ് മോഡ്. In this mode, the effective address is equal to the address part of the instruction. The operand resides in memory and its address is given directly by the address field of the instruction. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ പറഞ്ഞു 3 പാർട്ടിനകത്ത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അഡ്രസ് ഫീൽഡാ. അപ്പൊ അഡ്രസ് ഫീൽഡിനകത്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തിരിക്കുകയാണ്, നമ്മുടെ ഓപ്പറാൻഡിന്റെ അഡ്രസ്സ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുക. ഓപ്പറാൻഡിന്റെ വാല്യൂ അല്ല, രജിസ്റ്ററിനകത്ത് അഡ്രസ്സും അല്ല കൊടുത്തിരിക്കുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത്? ഓപ്പറാൻഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ് എന്താണോ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷനകത്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറഞ്ഞൊരു ടേം വന്നിരിക്കുന്നത് കണ്ടോ? നമ്മുടെ ഓപ്പറാൻഡിന്റെ അഡ്രസ്സിന് പറയുന്ന പേരാണ് എഫക്റ്റീവ് അഡ്രസ്. അപ്പൊ എവിടെയൊക്കെ എഫക്റ്റീവ് അഡ്രസ് എന്ന് വരുന്നുണ്ടോ അവിടെ എല്ലാം എന്താ മീൻ ചെയ്യുന്നത്? നമ്മുടെ ഓപ്പറാൻഡിന്റെ അഡ്രസ്, ഓപ്പറാൻഡ് എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ അഡ്രസ്സിനെയാണ് എഫക്റ്റീവ് അഡ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, എക്സാമ്പിൾ നോക്കുക. ആഡ് AL, ഇൻഡെക്സിനകത്ത് 0301. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ കാര്യം. ഇൻഡെക്സ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് നോക്കുക, ഒരു അഡ്രസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡെക്സ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വാല്യൂവിനെയാണ് റെഫർ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ഇൻഡെക്സ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, 0301 എന്ന് പറയുന്ന അഡ്രസ്, അതായത് മെമ്മറിക്കകത്ത് 0301 എന്ന് പറയുന്ന ലൊക്കേഷൻ എവിടെയാണോ അല്ലെങ്കിൽ അഡ്രസ് എവിടെയാണോ അവിടെയുള്ള ഓപ്പറാൻഡിനെ നമ്മൾ എന്ത് ചെയ്യണം? AL എന്ന് പറയുന്ന രജിസ്റ്ററുമായിട്ട് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്ട്രക്ഷനകത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് തന്നിരിക്കുകയാണ്? ഓപ്പറാൻഡിന്റെ അഡ്രസ് തന്നിരിക്കുകയാണ്. ആ അഡ്രസ്സിൽ പോയി നമ്മൾ മെമ്മറിക്കകത്ത് പോയി റെഫർ ചെയ്യുക. ആ അഡ്രസ്സിനകത്ത് എന്തുണ്ടാകും? നമ്മുടെ ഓപ്പറാൻഡിന്റെ വാല്യൂ ഉണ്ടാകും. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് AL എന്ന് പറയുന്ന രജിസ്റ്ററുമായിട്ട് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതാണ് ഇൻഡയറക്റ്റ് അഡ്രസ് മോഡ്. അപ്പൊ ഡയറക്റ്റിനകത്ത് നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് ഓപ്പറാൻഡിന്റെ അഡ്രസ് ഇൻസ്ട്രക്ഷനകത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇൻഡയറക്റ്റിനകത്ത് എന്തായിരിക്കും? അങ്ങനെ കൊടുക്കാത്ത മോഡായിരിക്കുമല്ലോ ഇൻഡയറക്റ്റ് മോഡ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഇൻ ദിസ് മോഡ് ദ അഡ്രസ് ഫീൽഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഗീവ്സ് ദ അഡ്രസ് where the effective address stored in memory. Control fetches the instruction from memory and uses its address part to access memory again to read the effective address. അപ്പൊ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ, അതായത് ഇവിടെ തരുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷനകത്ത് ഓപ്പറാൻഡിന്റെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ് ഏതാണോ ആ അഡ്രസ് നമ്മൾ വേറൊരു അഡ്രസ്സിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഓപ്പറാൻഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ് ഏതാണോ ആ അഡ്രസ്സിനെ കൊണ്ട് നമ്മൾ വേറൊരു അഡ്രസ്സിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അഡ്രസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ് ഏതാണോ അതായിരിക്കും ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ഇൻസ്ട്രക്ഷന്റെ കൂടെ ഒരു അഡ്രസ് കാണും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ അഡ്രസ്സിൽ പോയി നമ്മൾ മെമ്മറിക്കകത്ത് റീഡ് ചെയ്യണം. ആ റീഡ് ചെയ്ത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മറ്റൊരു അഡ്രസ് ആയിരിക്കും. അപ്പൊ ആ അഡ്രസ്സിനെ രണ്ടാമത് കിട്ടുന്ന അഡ്രസ്സിൽ പോയി വീണ്ടും നമ്മൾ മെമ്മറിക്കകത്ത് റീഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഓപ്പറാൻഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് മെമ്മറിയെ നമ്മൾ 2 പ്രാവശ്യം റീഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഒന്ന് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? ഓപ്പറാൻഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ്സിനെ കിട്ടാനും, രണ്ടാമതെന്ന് പറഞ്ഞാല് സ്റ്റോർ ചെയ്ത് വെച്ച അഡ്രസ്സിനകത്ത് നമ്മൾ പോയി ചെക്ക് ചെയ്യുമ്പോൾ ഓപ്പറാൻഡിന്റെ വാല്യൂ കിട്ടാനും. അങ്ങനെ 2 പ്രാവശ്യം നമുക്ക് മെമ്മറിനെ റീഡ് ചെയ്യേണ്ടതായിട്ട് വരും. എഫക്റ്റീവ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഓപ്പറാൻഡിന്റെ അഡ്രസ് ആണെന്ന് പറഞ്ഞു. ഈ എഫക്റ്റീവ് അഡ്രസ് നമ്മൾ വേറൊരു അഡ്രസ്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് എവിടെ ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് അഡ്രസ് മോഡിനകത്ത് ചെയ്യുന്നത്. ഇവിടെ 2 റെഫറൻസുകളാണ് ആവശ്യമായിട്ട് വരുന്നത്. ഫസ്റ്റ് റെഫറൻസ് ഈസ് ടു ഗെറ്റ് ദ എഫക്റ്റീവ് അഡ്രസ്, സെക്കൻഡ് റെഫറൻസ് ടു ആക്സസ് ദ ഡേറ്റ. അപ്പൊ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തേന്ന് പറഞ്ഞാല് ഓപ്പറാൻഡിന്റെ അഡ്രസ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ അങ്ങോട്ട് പോകാനായിട്ടും, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഓപ്പറാൻഡിന്റെ വാല്യൂ എന്താണോ അത് കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പൊ ഇതിനെ തന്നെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്നും മെമ്മറി ഇൻഡയറക്റ്റ് എന്നും. അപ്പൊ രജിസ്റ്റർ ഇൻഡയറക്റ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ്? ഒരു രജിസ്റ്ററിനകത്ത് നമ്മളൊരു അഡ്രസ് കൊടുക്കുന്നു. ആ അഡ്രസ്സിനകത്ത് നമ്മൾ പോയി ചെക്ക് ചെയ്യുമ്പോഴാണ് ഡേറ്റ കിടക്കുന്നത്. ആ അഡ്രസ്സിനകത്തായിരിക്കും ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്ററിനകത്ത് കൊണ്ട് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നില്ല. അതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ. ഇൻസ്ട്രക്ഷനകത്തെ രജിസ്റ്ററിനകത്ത് ഒരു അഡ്രസ് കൊടുക്കുന്നു, എഫക്റ്റീവ് അഡ്രസ് കൊടുക്കുന്നു. ആ എഫക്റ്റീവ് അഡ്രസ്സിൽ പോയി സെർച്ച് ചെയ്യുമ്പോഴാണ് ഓപ്പറാൻഡിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി മെമ്മറി ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാലോ, നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ ഒരു അഡ്രസ്സിന്റെ വാല്യൂ കൊടുക്കുന്നു. ആ അഡ്രസ്സിനകത്ത് എഫക്റ്റീവ് അഡ്രസ് സ്റ്റോർ ചെയ്യുന്നത് വീണ്ടും ആ എഫക്റ്റീവ് അഡ്രസ്സിൽ പോയി നമ്മൾ റെഫർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഡേറ്റ കിട്ടത്തുള്ളൂ, ഓപ്പറാൻഡിന്റെ വാല്യൂ എന്താണോ അത് കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ 2 രീതിയിലാണ് ഇൻഡയറക്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.
ഇനി അടുത്തതാണ് റിലേറ്റീവ് അഡ്രസ് മോഡ്. In this mode, the content of the program counter is added to the address part of the instruction in order to obtain the effective address. ഇവിടെ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് അഡ്രസ് മോഡിനകത്ത് നമ്മൾ പീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചായിരുന്നു. എന്താണ്? നമ്മുടെ മെമ്മറിക്കകത്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രൊസസർ രജിസ്റ്റർ ആണ് PC എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്ന ഇൻസ്ട്രക്ഷനകത്തെ ഓപ്പറാൻഡിന്റെ അഡ്രസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻസ്ട്രക്ഷനകത്തെ അഡ്രസ്സിന്റെ കൂടെ തന്നെ PC-യുടെ വാല്യൂ എന്താണോ ആ വാല്യൂയും കൂടെ കൂട്ടുന്ന ഒരു കിട്ടുന്ന വാല്യൂ കാണുമല്ലോ, അതെന്ന് പറയുന്നതാണ് നമ്മുടെ എഫക്റ്റീവ് അഡ്രസ്. എഫക്റ്റീവ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഓപ്പറാൻഡിന്റെ അഡ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി നമ്മൾ തപ്പിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? നമ്മുടെ ഓപ്പറാൻഡിന്റെ വാല്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കുക. എക്സാമ്പിൾ ആയിട്ട് പ്രോഗ്രാം കൗണ്ടറിന്റെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന വാല്യൂ 825 ആണെന്ന് വിചാരിക്കുക. അതായത് പ്രോഗ്രാം കൗണ്ടർ പോയിന്റ് ചെയ്യുന്ന അഡ്രസ് എന്ന് പറഞ്ഞാൽ 825 എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലോട്ടാണ്. ഇനി നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്രസ് ആണ് 24 എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ കൊടുക്കുന്ന അഡ്രസ് ആണ് 24 എന്ന് പറയുന്നത്. ഇനി ഈ 825 എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് കിടക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ PC ആദ്യമേ എന്ത് ചെയ്തു? പ്രോഗ്രാം കൗണ്ടർ നമ്മുടെ മെമ്മറിയിലോട്ട് പോയിട്ട് 825 എന്ന് പറയുന്ന ലൊക്കേഷനിൽ കിടക്കുന്ന ഇൻസ്ട്രക്ഷനെ പിക്ക് ഔട്ട് ചെയ്തു. അങ്ങനെ പിക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്ത് സംഭവിക്കും? പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ 825 എന്നുള്ളത് എന്താകും? 826 ആകും. ഇനി നമ്മൾ ആ ഇൻസ്ട്രക്ഷനകത്ത് പറഞ്ഞു കൊടുത്ത, അതായത് 825 എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് കിടക്കുന്ന ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന അഡ്രസ് ആണ് 24 എന്ന് പറയുന്നത്. ഇനി എന്ത് സംഭവിക്കും? നമുക്ക് ഇൻസ്ട്രക്ഷനകത്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഓപ്പറാൻഡ് വേണം, അതായത് ഡാറ്റ വേണം. ആ ഡാറ്റ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് കൊടുത്തിരിക്കുന്ന 24 എന്ന് പറയുന്നിരിക്കുന്ന വാല്യൂവും ഇപ്പോഴത്തെ PC-യുടെ വാല്യൂമായ 826 കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 850 കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഇൻസ്ട്രക്ഷനകത്തെ ഓപ്പറാൻഡിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 850 എന്ന് പറയുന്ന മെമ്മറിക്കകത്തെ ലൊക്കേഷനിൽ പോയിട്ട് ഓപ്പറാൻഡിന്റെ വാല്യൂ എടുത്തുകൊണ്ട് വരും. അതിനുശേഷം ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് സാധാരണയായിട്ട് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂവിന്റെ കൂടെ ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന വാല്യൂ ഏതാണോ ആ വാല്യൂയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഓപ്പറാൻഡിന്റെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണയായിട്ട് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റുകളോ അല്ലെങ്കിൽ പ്രോഗ്രാം റീലൊക്കേഷൻ ഒക്കെ വരുന്ന കേസുകളിലാണ് നമ്മൾ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ കൺസെപ്റ്റ് തന്നെയാണ് എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. പ്രോഗ്രാം കൗണ്ടറിന്റെ കൂടെ ഇൻസ്ട്രക്ഷനകത്ത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സും കൂടെ കൂട്ടുന്നു. ഇനി അടുത്ത 9ാമത്തെ അഡ്രസ്സിംഗ് മോഡാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. In this mode, the content of an index register is added to the address part of the instruction to obtain the effective address. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡിനകത്ത് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ഒരു ഓപ്പറാൻഡിന്റെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറഞ്ഞാൽ PC എന്ന് പറയുന്ന പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂവിന്റെ കൂടെ ഇൻസ്ട്രക്ഷനകത്തുള്ള അഡ്രസ് കൂട്ടുന്നതായിരുന്നു. അപ്പൊ ഇവിടെ ആ രജിസ്റ്റർ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻസ്ട്രക്ഷനകത്തെ അഡ്രസ്സിന്റെ കൂടെ ഇൻഡെക്സ് രജിസ്റ്ററിനകത്തെ വാല്യൂയും കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ ഓപ്പറാൻഡിന്റെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ടും ഒരു മെമ്മറിയുടെ ഒരു പാർട്ടിനകത്തായിരിക്കുമല്ലോ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സും കാണും, അതുപോലെ തന്നെ അതിനെ ഫോളോ ചെയ്തായിരിക്കും ബാക്കി അഡ്രസ്സുകളും വരുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറാൻഡ്സ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ ചിലപ്പം 2 ലൊക്കേഷൻ വെച്ച് 2 വാല്യൂ വെച്ച് കൂട്ടുന്നതായിരിക്കും അഡ്രസ് എന്ന് വിചാരിക്കുക. ഇപ്പൊ 2 ആണ് ഒന്നാമത്തെ സ്റ്റാർട്ടിംഗ് അഡ്രസ് എങ്കിൽ 4 ആയിരിക്കും അടുത്ത അഡ്രസ്, 6 ആയിരിക്കും അടുത്ത അഡ്രസ്, അങ്ങനെ 2 വെച്ചാണ് കൂട്ടിപ്പോകുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ 2 എന്ന് പറയുന്നതാണ് അവിടുത്തെ ഒരു ഡിസ്റ്റൻസ് എന്ന് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡെക്സ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? മെമ്മറി ലൊക്കേഷന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് മെമ്മറി ഫോളോ ചെയ്യുന്ന ഒരു അഡ്രസ് ഉണ്ട്, ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് വാല്യൂ ഒരു ഇൻഡെക്സ് വാല്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡെക്സ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ ഓപ്പറാൻഡിന്റെ അഡ്രസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇൻസ്ട്രക്ഷനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ, ഒരു അഡ്രസ് കാണും. ആ അഡ്രസ്സിന്റെ കൂട്ടത്തിൽ ഇൻഡെക്സ് രജിസ്റ്ററിനകത്തുള്ള ഇൻഡെക്സ് വാല്യൂ എത്രയാണോ, 5 ആകാം, 10 ആകാം, 2 ആകാം, 1 ആകാം, ഇപ്പൊ എത്ര വാല്യൂ ആണോ ഇൻഡെക്സ് വാല്യൂ ആയിട്ട് വരുന്നത് ആ വാല്യൂം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു അഡ്രസ് കിട്ടും. അപ്പൊ ആ അഡ്രസ്സിൽ കിടക്കുന്നതായിരിക്കും നമ്മുടെ ഓപ്പറാൻഡിന്റെ ഡേറ്റ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. ഇനി ഇൻഡെക്സ് രജിസ്റ്ററിന്റെ വാല്യൂ സാധാരണയായിട്ട് നമ്മൾ ഇൻഡെക്സ് വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്താണ് അടുത്ത മെമ്മറി ലൊക്കേഷനോട്ട് നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. ആ കാര്യം കൂടെ ഒന്ന്
ഓർത്തു വെക്കുക. അടുത്തതാണ് ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. In this mode, the content of a base register is added to the address part of the instruction to obtain the effective address. This is similar to the indexed addressing mode, except that the register is now called a base register instead of an index register. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? ഇൻഡെക്സ് രജിസ്റ്റർ മാറിയിട്ട് ഏത് രജിസ്റ്റർ ആയി? ബേസ് രജിസ്റ്റർ ആയി എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെയും ഓപ്പറാൻഡിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു അഡ്രസ്സ് കാണും. ആ അഡ്രസ്സിന്റെ കൂടെ ബേസ് രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിനകത്ത് ഒരു വാല്യൂ കാണും. ആ വാല്യൂ കൂടെ ആഡ് ചെയ്യുന്നതാണ് എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. ആ എഫക്റ്റീവ് അഡ്രസ്സിൽ പോയി തപ്പിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഓപ്പറാൻഡിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി ഇൻഡെക്സ് രജിസ്റ്ററും ബേസ് രജിസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻഡെക്സ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി എത്ര വെച്ചാണ് കൂട്ടിക്കൂട്ടി പോകുന്നത്, അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഇൻഡെക്സ് വാല്യൂ ആയിട്ട് എടുത്ത് ഇൻഡെക്സ് രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതേസമയം ബേസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറിക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ടൊരു അഡ്രസ്സ് കാണും, അല്ലെങ്കിൽ ഒരു ബേസ് അഡ്രസ്സ് കാണും. ആ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേസ് രജിസ്റ്റർ സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഓപ്പറാൻഡ്സോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറിക്ക് ഒരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കാണും, അല്ലെങ്കിൽ ഒരു ബേസ് അഡ്രസ്സ് കാണും. ആ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ബേസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇൻഡെക്സ് രജിസ്റ്റർ ആണെങ്കിലോ മെമ്മറി അഡ്രസ്സ് എത്ര വെച്ചാണ് കൂടിക്കൂടി പോകുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, ഒരു ലൊക്കേഷനും അടുത്ത ലൊക്കേഷനും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ്, ആ ഡിസ്റ്റൻസ് ആണ് ഇൻഡെക്സ് വാല്യൂ ആയിട്ട് ഇൻഡെക്സ് രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതാണ് രണ്ട് രജിസ്റ്റേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഇനി സാധാരണയായിട്ട് നമ്മൾ ബേസ് രജിസ്റ്റർ ഒക്കെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡേറ്റാനെ മെമ്മറിയുടെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് മൂവ് ചെയ്യിക്കുക അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യിക്കുക, അങ്ങനെയുള്ള കേസുകൾ വരുമ്പോഴാണ് നമ്മൾ ബേസ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡുകൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യം തന്നെയാണ്. എഫക്റ്റീവ് അഡ്രസ്, ഓപ്പറാൻഡിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ബേസ് രജിസ്റ്ററിന്റെ കണ്ടന്റിന്റെ കൂടെ നമ്മുടെ ഇൻസ്ട്രക്ഷനകത്തെ അഡ്രസ് വാല്യൂ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനകത്ത് നമ്മളോട് കൊടുക്കുന്ന വാല്യൂയും കൂടെ കൂട്ടുന്നതാണ് എഫക്റ്റീവ് അഡ്രസ് എന്ന് പറയുന്നത്. ഇനി ഈ തന്നിരിക്കുന്നത് എക്സാമ്പിൾ ആണ്, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന എക്സാമ്പിൾ ആണ്. ഓരോന്നിന്റെയും ഇനിഷ്യൽ വാല്യൂസ്, പ്രോഗ്രാം PC എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ, R1 എന്ന് പറയുന്ന ഒരു പ്രൊസസർ രജിസ്റ്റർ, XR എന്ന് പറയുന്ന ഇൻഡെക്സ് രജിസ്റ്റർ, AC എന്ന് പറയുന്നത് അക്യുമുലേറ്റർ. ഈ തന്നിരിക്കുന്ന മെമ്മറിയുടെ ഒരു പാർട്ടാണ്. ഈ തന്നിരിക്കുന്നതാണ് അഡ്രസ്സുകൾ. ഇത് അഡ്രസ്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റകൾ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ രജിസ്റ്റേഴ്സിന്റെയും വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒന്നെങ്കിൽ ടെക്സ്റ്റിനകത്ത് ഈ എക്സാമ്പിൾ പഠിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് പോയപ്പോഴുള്ള എക്സാമ്പിൾസ് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ PDF-നകത്ത് ഞാൻ 2 പാർട്ട് തന്നിട്ടുണ്ട്, 2 നോട്ടുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ടിനകത്ത് കുറച്ച് ഈസി ആയിട്ടുള്ള നോട്ടും രണ്ടാമത്തെ പാർട്ടിനകത്ത് ടെക്സ്റ്റിനകത്തെ നോട്ടും തന്നിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ പാർട്ടിനകത്ത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് കിടപ്പുണ്ട്. ഒന്നെങ്കിൽ അത് പഠിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിനകത്തെ എക്സാമ്പിൾ പഠിക്കുക. ഓരോ അഡ്രസ്സിംഗ് മോഡ് പഠിക്കുമ്പോഴും അതിന്റെ കൂടെ എക്സാമ്പിൾ കൊടുത്തു തന്നെ വേണം എക്സാമിന് എഴുതാനായിട്ട്. അപ്പം ഇങ്ങനെയാണ് 10 അഡ്രസ്സിംഗ് മോഡുകൾ തന്നിരിക്കുന്നത്. കാണാതെ പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്.